എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് പാരായണം ചെയ്യുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസം മതി. വെള്ളിയാഴ്ച മാത്രം 20 മിനിറ്റ് ചെലവഴിച്ചാൽ അൽ കഹ്ഫ് ഓതാൻ പറ്റും. 20 മിനിറ്റ് ചെലവാക്കിയാൽ അൽ കഹ്ഫ് ഓതാൻ പറ്റും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽ കഹ്ഫ് ഓതിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അൽ കഹ്ഫ് ഓതിയാലുള്ള ഗുണം എന്താ അറിയോ? മുത്തുനബി 2 ഗുണങ്ങൾ അൽ കഹ്ഫ് ഓതിയാ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ഓതണം കേട്ടോ, ഒരാഴ്ച ഓതിയാ കിട്ടൂലത്. ഒരാഴ്ച വിട്ടുപോകാതെ അത് അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങിക്കോ, പിന്നെ മരിക്കോളും വിടരുത്. അങ്ങനെ നിലനിർത്തി പോകുന്നവരാ നമ്മളിൽ പലരും. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ചില വെള്ളിയാഴ്ചക്ക് അത് മുടങ്ങോന്നാണ് തോന്നും, എന്നാലും മുടങ്ങാൻ അനുവദിക്കരുത്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പള്ളിക്ക് അതിന് കണക്കാക്കി ഇറങ്ങുന്നവരായിരിക്കും. അപ്പം ഉണ്ടാവും ഒരു അതിഥി കടന്നു വരുന്നത്, നമ്മൾ ആ ഖുർആനോത്ത് അവിടെ മുടങ്ങും. അപ്പോൾ അയാളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മെല്ലെ പള്ളിക്ക് കൂട്ടി പോകണം അയാളെ. സംസാരമൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതാത്തൊരു വെള്ളിയാഴ്ച ഇനി ജീവിതത്തിൽ കടന്നു പോകരുത്. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? സിറാത്ത് പാലം കടക്കുമ്പം വെളിച്ചം കയ്യിലുള്ളവർ സിറാത്ത് പാലത്തിൽ നിന്ന് നരകത്തിലേക്ക് വീഴൂലാന്ന. ശ്രദ്ധിച്ച് കേൾക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെളിച്ചം കയ്യിലുള്ള ആളുകൾ സിറാത്ത് പാലം കടക്കുമ്പം വലത്തെ കയ്യിലാണ് വെളിച്ചം പിടിക്കുക. വലതുഭാഗത്തേക്കും മുന്നിലേക്കും ആ വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചം കണ്ടുകൊണ്ട് ആ സിറാത്ത് പാലം കടക്കുക എന്നാണ് യസ്ആനൂറുഹും എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മളെ മുമ്പിലും ഉണ്ടാവും, ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവിടെയൊക്കെ ഉണ്ടാവും. ഇടത്തോട്ടാ ലൈറ്റ് ഉണ്ടാവില്ല എന്ന് ഇടത്തോട്ടും ഉണ്ടാവും, പക്ഷേ വലത്തെ കയ്യിലാ പിടിക്കുക എന്നുള്ളത് കൊണ്ട് വലതുഭാഗത്തു നിന്നും മുന്നിലും നിന്നും പ്രത്യേകം പറഞ്ഞു എന്നുള്ളൂ. വലത്തെ കയ്യിൽ നമ്മൾ മെഴുകുതിരി പിടിച്ച് കത്തിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ മുന്നോട്ട് കാണും, വലതുഭാഗത്തും ശരിക്ക് കാണും, ഇടതുഭാഗത്തേക്ക് ചെറിയ രൂപത്തിലും കാണും. എന്നതുപോലെ ആ പാലം കടക്കുമ്പോൾ ഉള്ള വെളിച്ചം ഏതാ? നമ്മളെ ജീവിതത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളാണത്രേ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണത്രേ അത്. ഏത് സിറാത്ത് പാലത്തിൽ നമുക്ക് ആത്മീയ വെളിച്ചമായി രൂപാന്തരപ്പെടാൻ കാത്തു നിൽക്കുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഖുർആൻ പാരായണമാണ്, നമ്മുടെ നിസ്കാരമാണ്, നമ്മുടെ നോമ്പാണ്, നമ്മുടെ സക്കാത്താണ്, നമ്മുടെ ഹജ്ജാണ്, നമ്മുടെ ഉംറയാണ്, നമ്മുടെ എല്ലാ 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 അമലുകളുമാണ്. അതുകൊണ്ട് ഉറപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് വിടാതെ പാരായണം ചെയ്യുന്നവന് സതഅലഹു നൂറുൻ, അവനൊരു പ്രകാശം പരന്നു കാണും, അവനൊരു പ്രകാശം പ്രകാശിക്കും. മിൻ തഹ്തി ഖദമിഹി, അവൻ്റെ കാൽപാദം മുതൽ, കാൽപാദത്തിൻ്റെ അടി മുതൽ, ഇനാ അനാനിസ്സമാ, മേഘം മുട്ടേ നീണ്ടു നിൽക്കുന്ന വലിയ വെളിച്ചവുമായിട്ടാണ് അവൻ സിറാത്ത് പാലം കടക്കുക. യുദീഉ ലഹു യൗമൽ ഖിയാമ ശഫീഉനാ റസൂലുള്ളാഹി. അതിനെന്താ വേണ്ടത്? മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ കുല്ലി ജുമുഅത്തിൻ. ഹദീസാണ്. എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ സിറാത്ത് പാലം കടക്കുമ്പോൾ വെളിച്ചുറപ്പാ. എന്തേ നമ്മളത് മറന്നുപോകുന്നു? മറന്നു പോകാൻ പാടില്ല, നമ്മൾ ഓതണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞില്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, എന്താ പറയുന്നത്? സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും ഒരാൾ ഓതിയാൽ ഉസിമ മിൻ കുല്ലി ഫിത്നത്തിൻ, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവന് അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകുന്നു, സംരക്ഷണം നൽകുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫ് ഓതിയാൽ അവൻ അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകും, സംരക്ഷണം നൽകും. ഇലാ സമാനിയത്തി അയ്യാം, 8 ദിവസം വരെ. അപ്പൊ ഈ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതി അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അവനെ അള്ളാഹു കാക്കും. വഇൻ ഖറജ ദജ്ജാലു, സയ്യിദുനാ റസൂലുള്ളാഹി, ദജ്ജാൽ പുറപ്പെട്ടാൽ പോലും ആ ദജ്ജാലിന്റെ ഫിത്നയിൽ ഇവൻ പെടൂല. ഏത്? വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് നമ്മൾ അത്തഹിയാത്തിൽ ദുആ ഇറക്കുന്ന അത്രയും വലിയ ദുരന്താണ് ദജ്ജാലിന്റെ ഫിത്ന. അതിനെ തൊട്ട് പോലും നമുക്ക്, അതിൽ നിന്ന് പോലും നമുക്ക് അഭയം ഉണ്ടാകും. ഇത്ര വലിയ സംഭവമാണ് ഏത്? അൽ കഹ്ഫ് ഓതുന്നത്.
ഇന്നത്തെ കാലത്ത് മുസ്ലിം ഇന്ത്യ ഇതോതണ്ടേ? നമ്മളെ തലക്കുമീതയല്ലേ അപകടങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്? ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി ചോദിക്കാൻ, നമുക്ക് എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മളെ മുമ്പിൽ വരാൻ പോകുന്നത്? ഞാൻ തീർത്ത് പറയുന്നു, മറ്റുള്ള കാര്യങ്ങളൊന്നും അതിന് വേണ്ടാന്നല്ല പറയുന്നത്, മറ്റുള്ള കരുതൽ നടപടികളൊന്നും വേണ്ടാന്നല്ല പറയുന്നത്. ഇന്ത്യയിലെ മുഴുവൻ മഹല്ലുകളിലെയും മുസ്ലിമീങ്ങള്, മുസ്ലിം ചെറുപ്പക്കാർ, സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ പോയും മുസ്ലിം സ്ത്രീകൾ വീട്ടിലിരുന്നും അവർക്കും അൽക്കഹഫ് ഓതൽ സുന്നത്താണ്, ഒക്കതായ സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്, ആണ്ണു മാത്രമല്ല. മുസ്ലിം സഹോദരന്മാർ പള്ളിയിൽ പോയും മുസ്ലിം സഹോദരിമാർ വീട്ടിലിരുന്നും എല്ലാ പള്ളികളിലും അൽക്കഹഫ് ഓതിയാൽ ഒരാഴ്ചത്തേക്ക് അത് സംരക്ഷണമാണ്. എനിക്കുറപ്പുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് അത് നടക്കും. സഹിയ ഹദീസുമാണ്, ആർക്കും തർക്കമില്ലതിലൊന്നും.